എല്ലാവർക്കും SR കറിവേണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കല്ലുമ്മക്കായ ഫ്രൈ ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായി 1 കിലോ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കല്ലുമ്മക്കായാണ് കിട്ടിയിരിക്കുന്നത്. വലുത് എടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഇതിൽ നിന്നത്തെ ഇറച്ചി കുറച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഇതുപോലെ നല്ലവണ്ണം വാഷ് ചെയ്തെടുക്കുക. ഇതുപോലെ വേണം വാഷ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ഇത് ചകിരി പോലത്തെ സാധനം എടുത്ത് കളയുക. അങ്ങനെ വാഷ് ചെയ്തെടുത്തതാണ്. ഇത് 1 കിലോനുണ്ട്. ഇതൊരു ചരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴാണ് ഇത് കക്കയമെന്ന് ഇത് വിട്ടു പോരുള്ളൂ. ഇപ്പം അത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കക്കയമെന്ന് ഇത് നമുക്ക് അടർത്തിയെടുക്കണം. കണ്ട ഇതുപോലെ പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതിങ്ങനെ കക്കയമെന്ന് വെന്തിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറച്ചി ഇതുപോലെ എടുക്കുക. ചെറിയ കല്ലുമ്മക്കായാണ്, വലുതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിൻ്റെ സൈഡിലുള്ള ഇതുപോലത്തെ കറുത്തത്ത് കാണുന്നത് എടുത്ത് കളയുക. ഇതുപോലെ പിച്ചിക്കളയുക. ഇതുപോലെ മുഴുവനും നമുക്ക് ചെയ്തെടുക്കണം. നന്നാക്കി വരുമ്പോൾ 1 കിലോ എന്ന് പറയുന്നത് കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ മുഴുവനും നന്നാക്കി എടുത്തിട്ടുണ്ട്. കണ്ട 1 കിലോ എന്ന് പറയുന്നത് ആ തൊണ്ടോട് കൂടിയാവുമ്പോൾ 1 കിലോ കാണുമ്പോൾ കുറേ ഉണ്ടായിരിക്കും. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് ഇതുപോലെ നല്ലവണ്ണം കുഴച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് റസ്റ്റ് ചെയ്യാൻ വെച്ച കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് കുക്ക് ചെയ്തപ്പോൾ തന്നെ പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സബോള നൈസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഉലർത്തി എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വേണം എടുക്കാൻ. ഇത് ചെറുതായതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതുപോലെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിനി ഒരു സർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.